ആശുപത്രി സൗകര്യങ്ങൾ പരിശോധിക്കുകയും മറ്റു കാര്യങ്ങൾ ജില്ലാ കളക്ടർ അടിയന്തരമായി രാവിലെ 10 മണിക്ക് ഒരു മീറ്റിംഗ് വിളിച്ചു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇവിടെ വന്ന് ഒരുപാട് സമയം ഇവിടെ ചർച്ച നടത്തിയത്, മറ്റു കാര്യങ്ങൾ നോക്കിയത്. അപ്പോൾ ഇതില് നമ്മളിപ്പോൾ ഇന്ന് കളക്ടർ ഇപ്പോൾ എന്നെ ചുമതലപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ, ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇവിടെ നിലവിൽ ഇവിടുത്തെ വെള്ളത്തിൽ കണ്ടാമിനേഷൻ ഉണ്ട് എന്നുള്ളതും ആവശ്യമായ ട്രീറ്റ്മെന്റ് സൗകര്യങ്ങൾ ഇവിടെ ഇല്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അത് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയതുമാണ്. അത് ഇവർക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ പക്ഷേ ഇതൊരു ആരോഗ്യ അല്ലെങ്കിൽ ഡയാലിസിസ് സ്ഥാപനമായതുകൊണ്ട് തന്നെ നമുക്കൊരു ഹോട്ടലോ ഇതോ കൂട്ടിക്കുന്നത് പോലെ ഒറ്റ ദിവസങ്ങൾ അത് നിങ്ങൾക്കും അറിയാം. അപ്പോൾ നമ്മളിത് ഘട്ടം ഘട്ടമായിട്ട് കൂട്ടാനുള്ള തീരുമാനമാണ് കളക്ടറിന്റെ എടുത്തത്. ഈ പ്രൊസീഡിങ്സ് അത് ഓർഡറും കളക്ടർ ഇന്ന് പാസ്സാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് വലിച്ചു നോക്കാവുന്നതാണ്. പ്രിയപ്പെട്ടവരെ, കാസർഗോഡ് ചിങ്ങള പഞ്ചായത്ത് 1-ാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന അഭയം ഡയാലിസിസ് സെന്ററിലെ പരിതാപകരമായ അവസ്ഥയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നാടിലെ ജലസ്രോതസ്സുകൾ മുഴുവനും മലിനമാക്കി നാടിലെ ജനജീവിതം പാടെ താറുമാറാക്കിയ അഭയം സെന്ററിനെതിരെ നാട്ടുകാർ 175 ദിവസമായി സമരത്തിലാണ്. കലക്ടർ സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞിട്ടും രോഗികളെ ഷിഫ്റ്റ് ചെയ്യാൻ സൗകര്യമില്ല എന്ന പേരിൽ സ്റ്റോപ്പ് ചെയ്യാതിരുന്ന ഈ അഭയം സെന്ററിന് തൽക്കാലമായി രോഗികളെ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി താൽക്കാലിക ഒരു ടാങ്ക് സ്ഥാപിച്ച് ജലം ഭൂമിയിലേക്ക് ഇറക്കാതെ പുറത്തു കൊണ്ടുപോകാൻ വേണ്ടി ഒരു അനുവാദം കൊടുത്തിരുന്നു. അതിനുവേണ്ടി സ്ഥാപിച്ച ടാങ്കുകളാണിത്. മഴയ്ക്ക് മുമ്പ് 5 മാസങ്ങൾ കഴിഞ്ഞിട്ടും, സമരം തുടങ്ങി 5 മാസങ്ങൾ കഴിഞ്ഞിട്ടും ഇവിടുത്തെ രോഗികളെ ഷിഫ്റ്റ് ചെയ്യാനോ ഈ അഭയം സെന്റർ നിർത്തിവെക്കാനോ അധികാരികൾ തുനിയുന്നില്ല. ഇന്നത്തെ ഈ അവസ്ഥ കണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും, ഇവിടെ ഡയാലിസ് ചെയ്യുന്ന ജലം മുഴുവനും മഴവെള്ളത്തിൽ കലർന്ന് അത് പറമ്പിലേക്കും കൃഷിസ്ഥലങ്ങളിലേക്കും മറ്റുള്ള കിണറിലേക്കും ഒഴുകി നാട് വളരെ ദുരിതപൂർണമായ അവസ്ഥയിലാണ് കഴിഞ്ഞു പോകുന്നുള്ളത്. നാട്ടുകാർ എന്താണ് ചെയ്യേണ്ടത്? ഒന്നുകിൽ നാട്ടുകാർക്ക് അഭയസ്ഥാനം ഉണ്ടാക്കുക, ഒരു ദുരിതാശ്വാസ ക്യാമ്പ് സംഘടിച്ച് അഭയം ഇവിടെ പ്രവർത്തിക്കുന്ന ധാർഷ്ട്യമുള്ളവർ നാട്ടുകാർക്ക് ഒരു ബദൽ സംവിധാനം ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് നാട്ടുകാരെ മാറ്റി പാർപ്പിക്കുക. അതല്ലെങ്കിൽ അഭയം അടച്ചുപൂട്ടുക. അതല്ലെങ്കിൽ നാട്ടുകാർക്ക് വേറൊരു പോം വഴിയുമില്ല. 5 മാസമായി വളരെ ക്ഷമയോടെയാണ് നാട്ടുകാർ സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത്? ഞങ്ങൾക്കൊരു പോം വഴി ആരും പറഞ്ഞു തരാൻ ആരുമില്ലേ? ഇത് കേരള സർക്കാരിന്റെ ശ്രദ്ധയിലേക്ക് എത്തുന്നവരെ നിങ്ങൾ എല്ലാവരും ഷെയർ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു.